ഗുഡ് മോർണിംഗ് ഗൈസ്. എൻ്റെ ഒരു ദിവസത്തെ ഡേ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. സമയം രാവിലെ 10 മണിയായി. എൻ്റെ റൂംമേറ്റ് പോയി. റൂംമേറ്റ് 10 മണിയാകുമ്പോഴാണ് പോകുന്നത്. അന്നേരം എന്നെ വിളിച്ചിട്ടാണ് പോകുന്നത്. സോ 10 മണിയായപ്പോൾ ഞാൻ എണ്ണീറ്റു. ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി പുതപ്പൊക്കെ മടക്കി വെച്ച് ഞാൻ ഒന്ന് ഫ്രഷപ്പ് ആവാൻ പോവാണ്. എനിക്ക് ജോലിയുണ്ട്. ജോലി 11 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ അതിന് ഇനിയും റെഡി ആയിട്ടിരിക്കണം. അതിന് മുമ്പേ 11 മണിയാവുന്നതിന് മുമ്പേ ഞാൻ പോയിന്ന് ഫ്രഷൊക്കെ ആയിട്ട് വരാം. ഞാൻ PGയിലാണ് താമസിക്കുന്നത്. എൻ്റെ റൂമിൽ ഞങ്ങൾ 2 പേരാണുള്ളത്. ഷീസ് ഫ്രം ജമ്മു കാശ്മീരിലാണ്. സോ ഇതാണ് എൻ്റെ ബെഡ്. മുഖമൊക്കെ ഒന്ന് കഴുകി മുടിയൊക്കെ ഒന്ന് ചീവിക്ക് ഇട്ട് വെച്ചിട്ട് നമുക്ക് ചൂടുവെള്ളം തിളപ്പിക്കാൻ പോവാം. ഇവിടെ ഇപ്പം ഡൽഹിയിലിപ്പം തണുപ്പാണ് ഈ സമയത്ത്. സോ അതുകൊണ്ട് ഞാൻ കെറ്റിൽ മേടിച്ചിട്ടുണ്ട്. സോ ആ കെറ്റിലിനകത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാം. സോ ഇതാണ് ഞങ്ങളുടെ കിച്ചൺ. സോ അവിടുന്ന് വെള്ളം എടുത്തുകൊണ്ട് ഞാൻ വന്ന് തിളപ്പിക്കും. ബെഡിൽ വെച്ചാണ് വെള്ളം തിളപ്പിക്കുന്നത്. വെള്ളം എന്നല്ല, എന്ത് കാര്യവും ബെഡിൽ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവിടെയാണ് ആ ഒരു പ്ലഗ് ഉള്ളത്. വേറെ പ്ലഗ് ഉള്ളത് ആ ഒരു വയറ് എത്തത്തില്ല. സോ ഞാൻ ബെഡിൽ വെച്ചാൽ ഞാൻ എന്തും ചെയ്യുന്നത്. അപ്പം വെള്ളം തിളച്ചു. ഞാൻ എന്നിട്ട് ഒരു ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കാൻ പോവാം. സോ ഇനി നമുക്ക് മാഗി ഉണ്ടാക്കാം. ഇന്നിവിടെ ഫുഡ് എനിക്ക് ഇഷ്ടമില്ലാത്തായിരുന്നു. ആലു പറാത്ത, അതെനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമാണ്. സോ ഇന്ന് നമുക്ക് മാഗി ഉണ്ടാക്കാം. മാഗിയും ഞാൻ കെറ്റിലിൽ തന്നെ ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ കെറ്റിൽ മാത്രമേ ഉള്ളൂ. സോ മാഗിയും ഞാൻ കെറ്റിലാണ് ഉണ്ടാക്കുന്നത്. കെറ്റിലിൽ മാഗി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അങ്ങനെ മാഗി ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ ഒന്ന് കഴിക്കട്ടെ, പെട്ടെന്ന് കഴിക്കട്ടെ. സമയം ഒത്തിരി ആവുന്നു. സോ 11 മണിക്ക് ജോലി സ്റ്റാർട്ട് ചെയ്യണ്ടല്ലേ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ പാത്രം എല്ലാം കഴുകി വയ്ക്കാൻ കിച്ചണിലോട്ട് പോയി. പാത്രം എല്ലാം കഴുകി വെച്ച് കഴിഞ്ഞ് ഞാൻ ബാൽക്കണിയിലോട്ട് പോയി. ഇന്നലെ ഞാൻ തുണി നനച്ചിട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഒന്ന് ഉണങ്ങിയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാൻ പോയതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ അവിടെ ഒന്ന് ചുറ്റിപ്പറ്റി നിന്നിട്ട് ഞാൻ കഥ അടച്ചിട്ട് ഞാൻ എൻ്റെ റൂമിലോട്ട് പോയി. അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം 11 മണിയായി. സോ ഞാൻ ലാപ്പൊക്കെ ഓണാക്കി ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്യുമായിരുന്നു. നോട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ലാപ്പിൽ വർക്ക് ചെയ്തു. ജോലിയുടെ ഇടയിൽ ഞാൻ യൂട്യൂബിൽ നോക്കി കുറേ കാര്യങ്ങൾ പഠിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ വർക്ക്. സോ വർക്കുള്ളപ്പോൾ ഞാൻ വർക്ക് ചെയ്യും. അല്ലാത്ത സമയത്ത് ഞാൻ യൂട്യൂബിൽ നോക്കി എന്തെങ്കിലും പഠിക്കുകയൊക്കെ ചെയ്യും. കുറച്ച് നേരം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് വിശന്നപ്പോൾ ഞാൻ ആ ബിസ്ക്കറ്റ് കഴിച്ചു. സമയം ഏകദേശം 1:30 ആയി. സോ ഞാനൊരു ആപ്പിൾ കട്ട് ചെയ്ത് കഴിച്ചു. 4 മണി ആയപ്പോഴത്തേക്ക് ഞാനൊരു ബട്ടർ പോപ്കോൺ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി ഞാനൊന്ന് റെഡിയായി. അത് കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ടൊന്ന് പോകാൻ വേണ്ടി റെഡിയായി. ഞാനിപ്പം റിക്ഷ കയറി ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലോട്ട് പോവാണ്. നല്ല മഞ്ഞുണ്ട് ഗൈസ്, കണ്ടില്ലേ? ആൻറ്റിയുടെ വീട്ടിൽ ചെന്നു, ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. സോ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഡേ. കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.